അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 37 ദിവസം പിന്നിട്ട LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു തീരുമാനം. ഇന്ന് 10:30 പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലായിരുന്നു ചർച്ച. 13 ദിവസമായി നിരാഹാരം കിടന്നിരുന്ന സമരനേതാവ് വളർമതിക്ക് മന്ത്രി N ഷംസുദ്ദീൻ നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. സെപ്റ്റംബർ 24-നുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരനേതാവ് വളർമതി. ഗവൺമെന്റ് സെക്ടറിലും എയ്ഡഡ് പോലെ സംരക്ഷണം നൽകുമെന്നും സർക്കാർ അറിയിച്ചു. നിരാഹാരം അവസാനിപ്പിച്ചുവെങ്കിലും വിഷയങ്ങൾ അനുകൂലമായി പരിഗണിക്കുന്നതുവരെ ഇവിടെ തുടരുമെന്നും വളർമതി വ്യക്തമാക്കി. മെസ്സിയുടെ കേരള സന്ദർശനം ആദ്യം സർക്കാരിനെ അറിയിച്ച കമ്പനിയുടെയും സ്പോൺസറുടെയും വിലാസം ഒന്നുതന്നെയെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. ഗോട്ട് ആഡിന്റെയും പിന്നീട് സ്പോൺസറായി വന്ന റിപ്പോർട്ടർ TVയുടെയും മേൽവിലാസം ഒന്നുതന്നെയാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തിന് പിന്നിൽ നടന്നത് വൻ സാമ്പത്തിക ക്രമക്കേടുകളെന്നാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അർജന്റീന ടീം ക്ഷണം സ്വീകരിച്ചെന്നോ വരാൻ തയ്യാറാണെന്നോ വ്യക്തമാക്കുന്ന രേഖകളോ ഉറപ്പുകളോ കായിക വകുപ്പിന്റെ പക്കലില്ല. അർജന്റീന ടീം ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലുമില്ലെന്നും സൂചനയുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിയമനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴ വാങ്ങി എന്ന G സുധാകരന്റെ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM പരാതി നൽകി. മുൻ MLA H സലാമാണ് ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. കേരള തീരത്തെ MSC എൽസ കപ്പൽ അപകടത്തിൽ കൂടുതൽ ചരക്കുകൾ കടലിനടിയിൽ തുടരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. എന്നാൽ പരിശോധന കാലവർഷത്തിന് ശേഷം മാത്രമായിരിക്കും നടക്കുക. നിലവിലെ സാഹചര്യം സുരക്ഷിതമായ പരിശോധനയ്ക്ക് അനുയോജ്യമല്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി മന്ത്രി N ഷംസുദ്ദീന് നേരെയുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ പരീക്ഷാ രേഖകൾ നൽകാനുള്ള വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. 1 മാസത്തേക്കാണ് സ്റ്റേ. പരാതിക്കാരനായ ശ്യാംകൃഷ്ണന് കോടതി നോട്ടീസ് അയച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 12ാം ദിനവും തിരച്ചിൽ നിർത്തിവയ്ക്കില്ലെന്ന് സർക്കാർ അറിയിച്ചു. കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ സന്ദർശിച്ചു. തൊടുപുഴയിൽ 2 യൂത്ത് ലീഗ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. യൂത്ത് ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൻഷാദ് കുറ്റിയാനി, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM ബാവ എന്നിവരെ ഗുരുതര അച്ചടക്ക ലംഘനം നടന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുറത്താക്കിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തൃശൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. തിരുവനന്തപുരം സർക്കാർ ലോ കോളേജിൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ഗുരുതര പിഴവുകളെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. BA LLB 1ാം സെമസ്റ്ററിൽ പുനർമൂല്യനിർണ്ണയത്തിലൂടെ 63 വിദ്യാർത്ഥികൾക്ക് 10-ലധികം മാർക്ക് വർദ്ധിച്ചു. ആദ്യഫലം വന്നപ്പോൾ തോറ്റുപോയ 49 പേർ പുനർമൂല്യനിർണ്ണയത്തിലൂടെ വിജയിച്ചു എന്നാണ് ആരോപണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UUC മാർക്ക് SFI പണം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് MSF ആരോപണം. MSF പ്രവർത്തകനായ UUCക്ക് പണം നൽകാമെന്ന് SFI ജില്ലാ സെക്രട്ടറി ആദിൽ സമ്മതിച്ചതായുള്ള ഓഡിയോ സന്ദേശം പുറത്തുവന്നു.
മഹാരാഷ്ട്രയിൽ CBSE സൗത്ത് സോൺ തായ്ക്കൊണ്ടോ മത്സരത്തിനിടെ എതിരാളികളുടെ ചവിട്ടേറ്റ് വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം. തൃശൂർ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +2 വിദ്യാർത്ഥി ഫൈസ് അബ്ദുൽ ജലാലിനെയാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അതേസമയം എല്ലാം ചെയ്തത് താനാണെന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പ്രതികരണം. സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിച്ചെന്ന കേസിൽ തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിന് വീണ്ടും നോട്ടീസ് അയച്ച പോലീസ്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് നോട്ടീസ് നൽകിയത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 1.34 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതി കോഴിക്കോട് പുതുപ്പാടി കൈതപ്പൊയിൽ സ്വദേശി മലഞ്ഞ വീട്ടിൽ സയ്യിദ് സഫ്വാൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായി. കുഞ്ഞിനെ വിൽപ്പന നടത്തിയ സംഭവത്തിൽ കണ്ണൂർ ചക്കരക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളായ തമിഴ്നാട് സ്വദേശി മുപ്പിലി രാജ, വാഗമൺ സ്വദേശി അപർണ, കൊല്ലം പരവൂർ സ്വദേശി അനീന തസ്നി എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. താനൂർ സ്വദേശി ഇംതിയാസിനെ കാണാതായ സംഭവത്തിൽ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനൊരുങ്ങി പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ 2 മണിയോടെ നാഗ്പൂരിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിലെത്തിച്ച യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട ജീപ്പിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കായക്കൊടി സ്വദേശി വിനു പ്രസാദാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ദില്ലി ഫാസ്റ്റ് ട്രാക്ക് കോടതി ഹർജി തള്ളി. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. ഓഗസ്റ്റ് 15 നാഗ്പൂരിലെ കസ്തൂർ ചന്ദ് പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് മോഹൻ ഭാഗവത് ജൻസികളുമായി സംസാരിക്കും. ജനാധിപത്യം, ഭരണഘടനാ മൂല്യങ്ങൾ, ഇന്ത്യയുടെ ഭാവി എന്നിവയെക്കുറിച്ചാകും മോഹൻ ഭാഗവത് ജൻസികളുമായി സംസാരിക്കുക. ജാർഖണ്ഡിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് BJP ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന ആവശ്യം ആവർത്തിച്ച് ബംഗ്ലാദേശ്. ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അരുണാചൽ പ്രദേശ് അസം അതിർത്തിയിലുണ്ടായ വെടിവെപ്പിൽ 8 പേർക്ക് പരിക്ക്. അസം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ളവരാണ് വെടിവെച്ചത്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൗർ മുഖർജി പുതിയ സെക്രട്ടറിയാവും. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, മരുമകൻ സാഗർ അദാനി, അദാനി ഗ്രീൻ മുൻ CEO വിനീത് ജെയിൻ എന്നിവർക്കെതിരായ ക്രിമിനൽ കേസുകൾ തള്ളി ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതി. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹർജി അംഗീകരിച്ച് ഭാവിയിൽ വീണ്ടും കേസ് ഫയൽ ചെയ്യാൻ സാധിക്കാത്ത വിധമാണ് റദ്ദാക്കിയത്. മുൻ ക്രിക്കറ്റ് താരവും BJPയുടെ രാജ്യസഭാ MPയുമായ ഹർഭജൻ സിംഗ് പങ്കുവച്ച വീഡിയോ പഞ്ചാബിലെ ദൃശ്യങ്ങളല്ലെന്ന് പോലീസിന്റെ സ്ഥിരീകരണം. സോംബി മയക്കുമരുന്ന് ഉപയോഗിച്ച പഞ്ചാബിലെ യുവാക്കളുടെ ദൃശ്യങ്ങളെന്ന് പറഞ്ഞാണ് ഹർഭജൻ സിംഗ് കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. BCCI മുൻ പ്രസിഡന്റും മുൻ ഇന്ത്യൻ നായകനുമായിരുന്ന സൗരവ് ഗാംഗുലിക്കും ഭാര്യ ഡോണ ഗാംഗുലിക്കും നേരെ വധഭീഷണി. തിങ്കളാഴ്ച കൊൽക്കത്തയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ ഓഫീസിൽ 2 കത്തുകൾ കൂടി ലഭിച്ചതോടെയാണ് ഗാംഗുലി ദക്ഷിണ കൊൽക്കത്തയിലെ ഠാക്കുർപുക്കൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കൊളംബിയയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ 132ആയി. 570 പേർക്ക് പരിക്കേറ്റതായും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്.
ഇറാന്റെ വധഭീഷണിയെ തുടർന്ന് വിമാനം മാറി സഞ്ചരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് മടങ്ങിയത് സൈനിക വിമാനത്തിലെന്ന് റിപ്പോർട്ട്. തുർക്കിയിലെ അങ്കാറ വിമാനത്താവളത്തിൽ നിന്ന് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപിനെ പിന്നീട് രഹസ്യമായി മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്നും തുടർന്ന് ഈ വിമാനത്തിലാണ് ട്രംപ് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തതെന്നുമാണ് റിപ്പോർട്ട്. ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ജിയാനി ഇൻഫാന്റിനോയെ മാറ്റാൻ ഫിഫ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് അവർ വരുത്തുന്ന വലിയ തെറ്റായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പദവി ഒഴിഞ്ഞാൽ ഫിഫയ്ക്ക് ഇനി ഒരിക്കലും ഇത്രയും വലിയ സാമ്പത്തിക വിജയമോ ജനപ്രീതിയോ നേടാനാകില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.